ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തു ചേച്ചി, ഇന്ന് സാറിനെ കൊണ്ടാണല്ലോ വന്നേക്കുന്നത്? അത് പിന്നെ എനിക്ക് സ്കൂളിൽ വന്നിട്ട് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഏട്ടത്തേക്ക് ഒരേ നിർബന്ധം, ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിടണമെന്ന്. അപ്പൊ പിന്നെ ഞാൻ കരുതി ഏടത്തിയല്ലേ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊണ്ടാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു സാറിനെയും സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനാ ചേച്ചി കൊണ്ടുവന്നേന്ന്. ഹ്യൂമർ സെൻസ്, ഐശ്വര്യയുടെ ഹ്യൂമർ സെൻസ് സൂപ്പർ. ഐശ്വര്യയുടെ ഫോണിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഫോണിന് എന്ത് കുഴപ്പം? അല്ല, നമ്മുടെ ഫോണുകൾ തമ്മിൽ മാറിപ്പോയിരുന്നല്ലോ, ഞാനത് തിരിച്ചുകൊണ്ട് തന്നു. അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? പരസ്പരം ഫോണൊന്നും മാറിപ്പോയെന്ന് കരുതി ഫോണിന് കുഴപ്പം സംഭവിക്കോ? സാറത് കുത്തിപ്പൊളിച്ചൊന്നുമില്ലല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പ്രണവേ, ഇതാ ഞങ്ങളുടെ പ്രിൻസിപ്പാള്. മാഡം, ഇത് എന്റെ ഹസ്ബൻഡിന്റെ ബ്രദറാണ് പ്രണവ്. എനിക്കറിയാം, ഞാൻ ഓഫീസിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. നിധി, ഒന്നിങ്ങ് വരുമോ? ഒരു കാര്യം പറയട്ടെ. കേട്ടോ ഐശ്വര്യ, നമ്മുടെ ഫോണുകൾ മിസ്സായത് ഓർത്തേ എന്റെ ഉറക്കം പോലും പോയതേ. ഫോൺ മിസ്സായ കാര്യം ഓർത്ത് ഉറക്കം പോയെന്നോ? ഡോക്ടറെ കണ്ടില്ലേ? ഹ്യൂമർ. നിധി, ആ നിർമ്മലയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ലേ? ഞാൻ അന്വേഷിച്ചു നോക്കി. നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ബ്ലഡ് ക്യാൻസറിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലാണത്. നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് മാറ്റണ്ടെന്ന് തീരുമാനിച്ചു. ഒരാപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അതെ മാഡം. അല്ല, ഇതെന്തു പറ്റി? അനിയനെയും കൂട്ടി വന്നിരിക്കുന്നു. ഞാൻ മാമിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഉള്ള സത്യം തുറന്നു പറയാലോ, അവനെ ആ നിൽക്കുന്ന ഐശ്വര്യയോടൊരു ഇഷ്ടം. ആഹാ, അത് കൊള്ളാലോ. ഞാൻ സ്കൂളിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ ഐശ്വര്യയെ കാണാനായിട്ട് കൂടെ ഇറങ്ങി പുറപ്പെട്ടതാ. പക്ഷേ ആളുടെ ഇഷ്ടം എന്നോട് പോലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഐശ്വര്യ നല്ല കുട്ടിയാ. അടക്കവും ഒതുക്കവും വിനയവും എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രോപ്പർ ചാനലിലൂടെ മുന്നോട്ട് പോയിക്കൂടെ? വേണം. ആദ്യം അവര് തമ്മിലൊന്ന് ഇഷ്ടപ്പെട്ട് വരട്ടെ, എന്നിട്ടാവാം മറ്റു കാര്യങ്ങൾ നീക്കുന്നത്. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാനാ? അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിധി, വാ. ഇവിടെ ഏത് സബ്ജക്റ്റ് ഐശ്വര്യ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ക്ലാസ് ടോപ്പർ. എസ്പെഷ്യലി ഇംഗ്ലീഷിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. ഐശ്വര്യ, ഈ നിൽക്കുന്ന പ്രണവ് നമ്മുടെ സ്കൂളിന് ഒരുപാട് ഡൊണേഷൻസ് ഒക്കെ തരുന്ന വലിയൊരു കമ്പനിയുടെ MD-യാ. എനിക്ക് നിധിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രണവ് ആ സമയത്ത് ഒറ്റയ്ക്കായി പോവും. ഐശ്വര്യക്ക് പ്രണവിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? അതിനെന്താ മാഡം, ഈ സാറിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എങ്കിൽ പിന്നെ ഞാനും നിധി അങ്ങോട്ട് പോയിക്കോട്ടെ? നോ ഇഷ്യൂ, ധൈര്യമായിട്ട് പോക്കോ. ഓക്കെ, വാ നിധി, നമുക്ക് പോവാം.